ഹലോ എവ്രി വൺ. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമ. അതിന് ഞാൻ ബീറ്റ്റൂട്ടും ക്യാരറ്റും പൊട്ടേറ്റോയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീഞ്ചട്ടി ചൂടാക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ഒരു ചെറിയ പീസ് ജാതിപത്തിരി, പിന്നെ ഒരു സിനമൺ സ്റ്റിക്ക്, ഒരു കാടമം, 2 ക്ലോവ്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള, ഒരു വലിയ സവാളയായിരുന്നു, അത് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 2 ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു പീസ് ഓഫ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കട്ട് ചെയ്തതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതാ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് തക്കാളി നന്നായിട്ട് വഴറ്റണം. തക്കാളിക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി കുറുമയാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ മതി. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കിട്ടണം നമ്മുടെ പൊടികളുടെ. അപ്പോൾ നന്നായി വഴന്ന് വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും ബീറ്റ്റൂട്ടും പൊട്ടേറ്റോമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്രീൻ പീസ് തലേ ദിവസം തന്നെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പും വെള്ളവും ചേർക്കണം. എന്നിട്ട് നമുക്ക് അടച്ചിട്ടൊന്ന് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സോൾട്ടും വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കവർ ചെയ്ത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വേഗം കുക്കാവുന്ന വെജിറ്റബിളുമാണ്, അധികം സമയം എടുക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ്, പിന്നെ വെജിറ്റബിൾസുമാണല്ലോ, നല്ലതുമാണല്ലോ. അപ്പോൾ ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ വേവട്ടെ. ഇവിടെ വെജിറ്റബിൾസ് ഇപ്പോൾ വേവുന്ന സമയത്ത് നമുക്ക് ഒരു മസാല റെഡിയാക്കാം. അതിനിതായി ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂനട്ട്, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ കശകശ, അതായത് നമ്മുടെ പോപ്പി സീഡ്സ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ പീസ് പ്രഷർ കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെജിറ്റബിൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പീസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പീസ് ഞാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ പീസും ചേർത്തിട്ട് നന്നായിട്ട്, പിന്നെ കുറച്ചും കൂടെ വെള്ളവും ഒഴിച്ചു കൊടുത്ത ശേഷം പീസും വെജിറ്റബിളും കൂടെ ഒരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. അപ്പോൾ അടച്ചൊന്ന് നമുക്കൊന്ന് ഒരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ടും കാഷ്യൂവും ഒക്കെ അരച്ചതാണ്. അപ്പോൾ ഒരു തിക്കനിങ് ഏജൻറ്റും ആണല്ലോ. പാകത്തിന് വെള്ളം നമ്മുടെ മിക്സി പാത്രത്തിൽ തന്നെ കഴുകിയെടുത്ത വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം ഇനി ഈ നാളികേരത്തിൻ്റെ ഈ പേസ്റ്റിൽ നന്നായിട്ടൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലാണ്, തിള വന്ന ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്, തിക്കനും ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമയാണിത്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കുറുമ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകുകയും ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.